നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ആ സമയത്ത് സാധാരണ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നവർ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് കുറെ കൂടി കടുപ്പിക്കും. ഞാൻ കേട്ടിട്ടുള്ളത് ആർ ബാലകൃഷ്ണന്റെ പ്രസംഗം ഓരോ വാചകത്തിലും അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് അതിങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു ഒരു ബാലകൃഷ്ണ സാർ അതിനെ ഇത്രയും രാജ്യത്ത് ആൾക്കാരെ ഒന്ന് ഇളക്കണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചത്. പണ്ട് MVRന്റെ ഒരു പ്രസംഗമുണ്ട്. എനിക്ക് മഴയാണെങ്കിൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ പോയില്ല എന്നൊരു കഥയുണ്ടായിരുന്നു പണ്ട്. മഴക്കാലം ഒക്കെ ആണെങ്കിൽ മഴയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോവില്ല. അന്ന് MVR പറഞ്ഞു മഴയല്ല ഏത് പേമാരിയാണെങ്കിലും ഞങ്ങൾ UDF ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്ന 90കളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തി പ്രസംഗം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കവലപ്രസംഗം നടത്തുന്നവർക്ക് ബഹുമാനം കിട്ടുന്ന ഏക സമയമാണ് തെരഞ്ഞെടുപ്പ് കാലം. ഇത് നമ്മൾ പോകുന്നു കവലപ്രസംഗത്തിലേക്ക്. അതെ അതെ. ഇന്നത്തെ കവലപ്രസംഗത്തിന് വരുന്നത് മന്ത്രി KB ഗണേഷ് കുമാറാണ്. തട്ടുകട ചൂണ്ടിക്കാണിച്ച വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കുന്ന ആളെ അറിയുമോ? അങ്ങനെ ഒരാളെ കുറിച്ച് മാത്രമല്ല മറ്റ് ചിലത് കൂടി ഇന്നത്തെ കവലപ്രസംഗത്തിൽ മന്ത്രി വെച്ച് കാച്ചിയിട്ടുണ്ട്. അത് നമുക്ക് കേട്ടറിയാം. കവലപ്രസംഗം. 20 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഇതിനറിയാമോ? ആ 20 മതി അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ആ 20 എന്ന് പറഞ്ഞാൽ ചാക്കി കയറുന്ന 20 അല്ല എന്ന് നിങ്ങൾ ഓർത്തോണ്ട്. കോൺഗ്രസ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ഇപ്പൊ ഹിമാചൽ പ്രദേശ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസം. ഇപ്പോഴെ തൽക്കാലം കിട്ടിയാലേ ഉള്ളതുകൊണ്ട് കിട്ടുന്നതിന് മുമ്പേ ഒരു 100-150 ചാക്കും ഇവരെ കടത്തിക്കൊണ്ടേ താമസിക്കാൻ എവിടെങ്കിലും ഒരു റിസോർട്ടും ഒരു റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. റിസോർട്ട് റെഡിയാവണം. അടുത്ത സംസ്ഥാനത്ത് വിമാനത്തിൽ ഒരു 100 ടിക്കറ്റ്. ഞാനത് ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് 99 MLA-മാരുണ്ട്. ഒരുത്തനെ ഒന്ന് ചലിപ്പിക്കാമോ? ഞാനും പ്രശാന്തും അടക്കം MLA-മാരാ ഞങ്ങളിൽ ഒരാളെ ഒന്ന് ചലിപ്പിക്കാമോ? ഭീഷണിക്ക് വഴങ്ങൂല, പണത്തിന് വഴങ്ങൂല, അധികാരത്തിന് വഴങ്ങൂല. ഒറ്റക്കെട്ടായി ഞങ്ങൾ നിൽക്കും. അതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ എല്ലാവരും പോവല്ലോ. ഇന്ന് തിരുവനന്തപുരത്തൊന്നും പോയി.